നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2029 യുകെയിലെ എല്ലാ പോലീസ് സേനകളിലും ബലാത്സംഗവും ലൈംഗിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനുള്ള പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ടീമുകൾ ആരംഭിക്കും. നടപടി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടും വെയിൽസും ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവുകൾ ഇനി നടപ്പാക്കും. ഇംഗ്ലണ്ടിൽ NHS മാതൃത്വ സേവനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നു. പ്രസവങ്ങളുടെ എണ്ണം കുറയുമ്പോഴും രക്തസ്രാവ കേസുകൾ ഉയരുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. രക്തസ്രാവ കേസുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി ഇപ്പോഴെന്ന് സൂചന. 2020 1000 പ്രസവങ്ങൾക്ക് 27 കേസുകളായിരുന്നു എങ്കിൽ 2025 അത് 32 ഉയർന്നു. ഇംഗ്ലണ്ടിൽ അടിയന്തര NHS ദന്തപരിചരണത്തിന്റെ അഭാവം മൂലം ആളുകൾ സ്വയം ചികിത്സ നടത്തുന്നതായി വാച്ച് ഡോഗിന്റെ കണ്ടെത്തൽ. അടിയന്തര ദന്തപരിചരണം ആവശ്യമുള്ള ആളുകൾ NHS സഹായം ലഭ്യമാക്കണമെന്ന മാർഗനിർദ്ദേശം വിഫലമായി. ദന്ത പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികൾക്ക് NHS 111 വിളിച്ച് സഹായം തേടാം. ഹോളിവുഡ് സംവിധായകൻ റോബ് റൈൻസിയുടെ ഉടമസ്ഥതയിലുള്ള ലോസ് ആഞ്ചലസിലെ ബ്രെഡ്വുഡ് പ്രദേശത്തെ വീട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 78 വയസ്സുള്ള ഒരു പുരുഷനും 68 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്നും ലോസ് ആഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് LAPD മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. US റോഡ് ഐലൻഡിലുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരീക്ഷ നടക്കുന്നതിനിടയിൽ ക്ലാസ് റൂമിൽ കയറിയാണ് വെടിയുതിർത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ UDF പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വൈറലായ പാരഡി ഗാനം പാർലമെന്റിന് മുന്നിൽ ആലപിച്ച UDF MPമാർ. ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ SIT അന്വേഷണം മതിയാകില്ലെന്നും UDF. നിതിൻ നബീൻ പുതിയ BJP അധ്യക്ഷനായി ചുമതലയേൽക്കും. നബീന്റെ നിയമനം അപ്രതീക്ഷിതമെന്ന് പാർട്ടി നേതാക്കൾ. നിതിൻ നബീനെ അധ്യക്ഷനായി നിയമിക്കാൻ നിശ്ചയിച്ചത് BJP പാർലമെന്ററി ബോർഡ് യോഗം. കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പുകൾ നബീന്റെ നേതൃത്വത്തിൽ നടക്കും. നിതിൻ നബീന്റെ നിയമനം യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മടിയില്ലെന്ന BJPയുടെ സന്ദേശമെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. യുകെയിൽ 2029 എല്ലാ പോലീസ് സേനകളിലും ബലാത്സംഗവും ലൈംഗിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനുള്ള പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ടീമുകൾ ആരംഭിക്കുമെന്ന് സർക്കാർ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഒരു ദശകത്തിനുള്ളിൽ പകുതിയാകുമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. വ്യാഴാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന ഈ തന്ത്രം ഈ വർഷം 3 തവണ മാറ്റിവെച്ച ശേഷമാണ് പുറത്തുവരുന്നത്. ഓൺലൈനിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന അണ്ടർ കവർ പോലീസ് യൂണിറ്റുകൾക്ക് ധനസഹായം, ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവുകളുടെ വ്യാപകമായ നടപ്പാക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും. ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് പീഡകരെ തടഞ്ഞു നിർത്താനും അവരെ എവിടെയും മറഞ്ഞിരിക്കാനാവാത്ത വിധം നിയമം ശക്തമായി നടപ്പാക്കാനും ഈ നടപടികൾ സഹായിക്കുമെന്ന് വ്യക്തമാക്കി. പുതിയ അന്വേഷണ ടീമുകൾ ബലാത്സംഗവും ലൈംഗിക കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഉണ്ടാകും. നിലവിൽ 50% പോലീസ് സേനകളിൽ ഇത്തരം ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും 2029 എല്ലാ സേനകളിലും ഇത് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇരകളുടെയും പീഡകരുടെയും മനോഭാവം മനസ്സിലാക്കി അന്വേഷണം നടത്താനുള്ള പരിശീലനവും സേനയ്ക്ക് നൽകും. കഴിഞ്ഞ 1 വർഷമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്ന ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവുകൾ ഇനി ഇംഗ്ലണ്ട്, വെയിൽസ് മുഴുവൻ നടപ്പിലാക്കും. ഇരകളെ ബന്ധപ്പെടുന്നതിൽ നിന്നും വീടുകളിൽ എത്തിക്കുന്നതിൽ നിന്നും ഓൺലൈനിൽ ഹാനികരമായ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പീഡകരെ വിലക്കാൻ ഈ ഉത്തരവുകൾ ഉപയോഗിക്കാം. നിയന്ത്രണപരവും നിർബന്ധിതവുമായ പെരുമാറ്റ കേസുകളിലും ഇത് ബാധകമാണ്. ഉത്തരവ് ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമാകും. ഇംഗ്ലണ്ടിൽ പ്രസവത്തിന് പിന്നാലെ ഉണ്ടാകുന്ന ഗുരുതര രക്തസ്രാവത്തിന്റെ തോത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി റിപ്പോർട്ട്. 2020 1000 പ്രസവങ്ങൾക്ക് 27 കേസുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 32 ഉയർന്നിരിക്കുന്നത്. ഇതോടെ അപകട സാധ്യതയിൽ 19% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രസവങ്ങളുടെ എണ്ണം കുറയുമ്പോഴും രക്തസ്രാവ കേസുകൾ ഉയരുന്നത് NHS മാതൃസേവനങ്ങളുടെ ഗുണനിലവാരത്തെ കുറച്ച് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 16,780 സ്ത്രീകൾക്ക് പ്രസവശേഷം കുറഞ്ഞത് 1.5 ലിറ്റർ രക്തം നഷ്ടപ്പെട്ടു. ലോകത്ത് മാതൃമരണങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ രക്തസ്രാവം. യുകെയിൽ നടക്കുന്ന മാതൃത്വ മരണങ്ങളിൽ ഏകദേശം 7% ഇതാണ് കാരണം. പല സ്ത്രീകൾക്കും സാധാരണ രക്തസ്രാവം ഉണ്ടാകാറുണ്ട് എങ്കിലും അമിതമായ രക്തനഷ്ടം ഗുരുതര അപകടകരമായി മാറുന്നു എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഗർഭധാരണം കൂടുതൽ സങ്കീർണമാകുന്നതാണ് ഈ വർധനവിന് കാരണമെന്നും വിദഗ്ധർ പറയുന്നു. അമിതവണ്ണം
പ്രായം കൂടിയതിനു ശേഷം ഗർഭം ധരിക്കൽ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിനിടെ സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തപ്പെട്ട നിരവധി പ്രസവ കേന്ദ്രങ്ങളെ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. മാതൃത്വ പരിചരണം മെച്ചപ്പെടുത്താൻ ദേശീയ തലത്തിൽ പുതിയ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 28 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ഇംഗ്ലീഷ് ചാനലിലൂടെ ചെറുതോണികളിൽ കുടിയേറ്റക്കാർ വീണ്ടും യുകെയിലെത്തി. നവംബർ 14 മുതൽ ഡിസംബർ 12 വരെ ഒരാളും എത്താത്തത് 2018 ശേഷമുണ്ടായ ഏറ്റവും നീണ്ട കാലയളവായിരുന്നു. ശനിയാഴ്ച രാവിലെ 2 ചെറുതോണികളിൽ നിന്നായി ഏകദേശം 160 പേരെ ബോർഡർ ഫോഴ്സ് രക്ഷപ്പെടുത്തി ഡോവറിൽ എത്തിച്ചു. ഈ വർഷം ഇതുവരെ 39,292 പേർ ചെറുതോണികളിലൂടെ യുകെയിലെത്തി. 2022 ഒഴികെ മറ്റെല്ലാ വർഷങ്ങളേക്കാൾ കൂടുതലാണ് കുടിയേറ്റക്കാരുടെ എണ്ണം. 2022 ഏറ്റവും കൂടുതൽ പേർ എത്തിയിരിക്കുന്നത് 45,774 പേർ. സാധാരണയായി ഡിസംബർ മാസം കടൽ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതായതിനാൽ കുടിയേറ്റം കുറവായിരിക്കും. ചാനൽ കടക്കുന്നത് തടയാൻ സർക്കാർ കഴിഞ്ഞ മാസങ്ങളിൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നടപടികളുടെ ഫലം അടുത്ത വർഷം മുതൽ മാത്രമേ വ്യക്തമായി കണക്കാക്കാൻ കഴിയൂ എന്നാണ് വിലയിരുത്തൽ. ചെറു ബോട്ടുകൾ വഴിയുള്ള കുടിയേറ്റം മൊത്തം UK കുടിയേറ്റത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിലും ഇത് രാഷ്ട്രീയമായി വലിയ ചർച്ചയായി തീർന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ അടിയന്തര NHS ദന്ത പരിചരണത്തിന്റെ അഭാവം മൂലം ആളുകൾ സ്വയം ചികിത്സ നടത്തുന്നതായി വാച്ച് ഡോഗിന്റെ കണ്ടെത്തൽ. ഇംഗ്ലണ്ടിൽ അടിയന്തര ദന്ത പരിചരണം ആവശ്യമുള്ള ആളുകൾക്ക് NHS സഹായം ലഭ്യമാക്കണമെന്ന മാർഗനിർദ്ദേശം നൽകിയിട്ടും അത് നിഷേധിക്കപ്പെടുകയാണ്. ചില സന്ദർഭങ്ങളിൽ രോഗികൾ സ്വന്തം പല്ലുകൾ പറിച്ചെടുക്കുന്നത് പോലുള്ള അപകടകരമായ സ്വയം ചികിത്സകൾ അവലംബിക്കുന്നതായി സംഘം കണ്ടെത്തി. പല്ലുപൊട്ടൽ, കുരു അല്ലെങ്കിൽ കഠിനമായ പല്ലുവേദന പോലുള്ള പെട്ടെന്നുള്ള ദന്ത പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികൾക്ക് അവരുടെ ദന്ത ഡോക്ടറിൽ നിന്നോ NHS 111 വിളിച്ചോ സഹായം തേടാവുന്നതാണ്. എന്നാൽ ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ട് നടത്തിയ ഗവേഷണം കാണിക്കുന്നത് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതായും ചില സന്ദർഭങ്ങളിൽ 100 മൈലിലധികം യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നതായും നൂറുകണക്കിന് പൗണ്ട് സ്വകാര്യമായി ചെലവഴിക്കാൻ നിർബന്ധിതരാകുന്നതായും അല്ലെങ്കിൽ പരിചരണത്തിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതായും കണ്ടെത്തി. ചില സന്ദർഭങ്ങളിൽ ആളുകൾ പല്ല് പറിച്ചെടുക്കുകയും നിർദ്ദേശിക്കാത്ത ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയും ചെയ്യുന്നതായും സംഘം കണ്ടെത്തിയിട്ടുണ്ട്. യുകെയിൽ ഫ്ലൂ വ്യാപനം അതിശക്തമായതോടെ ഈ ശൈത്യകാലത്ത് ആശുപത്രികൾ അതിശക്തമായ തിരക്ക് നേരിടുകയാണെന്ന് NHS. ഫ്ലൂ നാമി എന്ന പകർച്ചവ്യാധിയാൽ ഉണ്ടാകുന്ന പതിവ് ശൈത്യകാല പ്രതിസന്ധിയുടെ ആദ്യകാല ആരംഭത്തെ നേരിടാൻ ആരോഗ്യ സേവനം പാടുപെടുകയാണ്. അതേസമയം ഇംഗ്ലണ്ടിലെ NHS ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ 5 ദിവസത്തെ പണിമുടക്കിന് തയ്യാറെടുക്കുകയാണ്. തിങ്ക് ടാങ്ക് തിരിച്ചറിഞ്ഞ കിടക്കകളുടെ അഭാവം ഈ ശൈത്യകാലത്ത് ആശുപത്രികൾക്ക് ഇതിനകം തന്നെ ശരിക്കും ഞെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും മുതിർന്ന ഡോക്ടർമാരും NHS നേതാക്കളും പറഞ്ഞു. A&E വകുപ്പുകൾക്ക് പുറത്ത് ആംബുലൻസ് ക്യൂകൾ ഉയരുന്നതിനും ദീർഘനേരം കാത്തിരിക്കേണ്ടി വരുന്ന രോഗികൾക്കും വ്യാപകമായ കോറിഡോർ കെയർ ഫ്ലൂ വൈറസിന്റെ വ്യാപനം വർദ്ധിക്കുന്നതിനും കിടക്ക കണ്ടെത്തലുകളിലെ കാലതാമസം മൂലം ഗുരുതരമായ രോഗബാധിതരായ രോഗികൾ മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും അവർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലെ ലെസ്റ്റർഷെയറിൽ A46 റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 1 മണിയോടെയാണ് ത്രസിംഗ്ടൺ സൈബിൽ ഇടയിൽ അപകടമുണ്ടായത് എന്ന് ലെസ്റ്റർഷെയർ പോലീസ് വ്യക്തമാക്കി. നോട്ടിംഗ്ഹാമിൽ നിന്നും യാത്ര ചെയ്യുകയായിരുന്ന നീല നിറത്തിലുള്ള BMW 5 സീരീസ് കാറാണ് റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറത്തേക്ക് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 4ാമത്തെ വ്യക്തിയാണ് അപകട വിവരം പോലീസിനെ അറിയിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇയാൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ 3 പേർ മരിച്ചതിനെ തുടർന്ന് 37 വയസ്സുള്ള ഒരു സ്ത്രീയെ അപകടകരമായ ഡ്രൈവിംഗിന് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണെന്നും ലെസ്റ്റർഷെയർ പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി സീരിയസ് കോളിഷൻ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ ഡിറ്റക്ടീവുകൾ അന്വേഷണം തുടരുകയാണ്. ഹോളിവുഡ് സംവിധായകൻ റോബ് റൈനറുടെ ഉടമസ്ഥതയിലുള്ള ലോസ് ആഞ്ചൽസിലെ ബ്രസ്റ്റ്വുഡ് പ്രദേശത്തെ വീട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ലോസ് ആഞ്ചൽസ് പോലീസ് സ്ഥിരീകരിച്ചു. 78 വയസ്സുള്ള ഒരു പുരുഷനും 68 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്നും ലോസ് ആഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. സംഭവത്തിൽ LAPDയുടെ കവർച്ച കൊലപാതക വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മരണകാരണങ്ങൾ വ്യക്തമല്ല. ദി പ്രിൻസസ് ബ്രൈഡ്, വെൻ ഹാരിറ്റ് മെറ്റ് സാലി, സ്റ്റാൻഡ് ബൈ മീ, ദിസ് ഈസ് സ്പൈനൽ ടാപ്പ് തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ പ്രശസ്തനായ റോബ് റൈനർ 1989 മിഷേൽ സിംഗറിനെ വിവാഹം ചെയ്തു. ജാക്ക്, നിക്, റോമി എന്നീ 3 മക്കളുണ്ട്.
ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെയുണ്ടായ കൂട്ട വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്കും ലോസ് ആഞ്ചൽസും ഉൾപ്പെടെ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ജാഗ്രതയും സുരക്ഷാ നടപടിയും ശക്തമാക്കി. ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ട ഭീകരാക്രമണമെന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹനൂക്കയുടെ ആദ്യ രാത്രിയിൽ പൊതു ആഘോഷങ്ങളും സിനഗോഗുകളും കേന്ദ്രീകരിച്ച് അധിക പോലീസ് വിന്യാസം നടത്തുമെന്നും ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കി. നിലവിൽ നഗരത്തിന്റെ പ്രത്യേക ഭീഷണി ഇല്ലെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായാണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. വിശ്വാസ ആഘോഷം ഭയമില്ലാതെ നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് കമ്മീഷണർ ജെസിക്ക ടിഷ് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ആക്രമണം യാദൃച്ഛികമല്ലെന്നും ജൂതരെ ലക്ഷ്യമിട്ടതാണെന്നും ന്യൂയോർക്ക് മേയർ എറിക് ആംഡൻസ് വ്യക്തമാക്കി. പൊതു ഹനുക്ക പരിപാടികൾ സുരക്ഷ കൂട്ടണമെന്ന് ലോങ് ഐലൻഡ് സഫോക്ക് കൗണ്ടിയും അറിയിച്ചു. ജൂത സമൂഹ നേതാക്കളുമായി ബന്ധം ശക്തമാക്കിയെന്നും സംശയാസ്പദ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഉടൻ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. കാലിഫോർണിയയിലെ ജൂത സ്ഥാപനങ്ങൾ, സ്കൂൾ, സിനഗോഗുകൾ, ഹനൂക്ക പരിപാടികൾ എന്നിവിടങ്ങളിൽ ലോസ് ആഞ്ചൽസ് പോലീസ് അധിക പട്രോളിംഗ് ഏർപ്പെടുത്തി. ബെവർലി ഹിൽസ് ഉയർന്ന പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും ഡ്രോണുകളും വിന്യസിക്കുമെന്നും പോലീസ് മേധാവി അറിയിച്ചു. സ്വകാര്യ സുരക്ഷയും പോലീസ് സാന്നിധ്യവും ശക്തമാക്കി. ലോസ് ആഞ്ചൽസ് കൗണ്ടി ഷെരീഫ് വിഭാഗവും ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിലും സിനഗോഗുകളിലും അധിക സുരക്ഷ ഏർപ്പെടുത്തിയതായി മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ആക്രമണവുമായി നഗരത്തിന് നേരിട്ട് ബന്ധമുള്ള ഭീഷണി നിലവിൽ ഇല്ല എന്ന് അധികൃതർ പറയുന്നു. US-ലെ റോഡ് ഐലൻഡിലുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് പരീക്ഷ നടക്കുന്നതിനിടെയായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. ക്ലാസ് റൂമിൽ കയറിയാണ് വെടിയുതിർത്തത്. എന്നാൽ വിദ്യാർത്ഥികൾക്കാണോ വെടിയേറ്റത് എന്നതിൽ വ്യക്തതയില്ല. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.20 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 90.72 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.05 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.59 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ബാലപീഡന കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുകൾ US പുറത്തുവിടുന്നതോടെ രാജ്യത്തിന് പുതിയ പ്രധാനമന്ത്രിയെ ലഭിച്ചേക്കാമെന്ന മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾ ചർച്ചയായി. ഒരു മാസത്തിനുള്ളിൽ രാജ്യത്തിന് മഹാരാഷ്ട്രക്കാരനായ പ്രധാനമന്ത്രിയെ ലഭിക്കുമെന്നും ആദ്യം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് പിന്നീട് വിശദീകരണം നൽകിയത്. രാജ്യത്തെ നേതൃമാറ്റം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. മഹാരാഷ്ട്രക്കാരൻ പ്രധാനമന്ത്രിയായിരിക്കണമെങ്കിൽ നിലവിലെയുള്ളയാൾ മാറണമല്ലോ. 19-ന് പുറത്തു വരാനിരിക്കുന്ന എപ്സ്റ്റൈൻ ഫയലിൽ വിവിധ രാജ്യങ്ങളിലെ ഒട്ടേറെ പ്രമുഖ നേതാക്കളുമായി ബന്ധപ്പെട്ട രഹസ്യ ഓപ്പറേഷൻ വിവരങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ തുടങ്ങിയവരുടെ പല വിവരങ്ങളും അതിലുണ്ട്. ഇപ്പോൾ തന്നെ ചില പേരുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേതൃമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ആരുടെയെങ്കിലും പേരോ വിവരമോ പരാമർശിക്കാതെയായിരുന്നു ചവാന്റെ പരാമർശം. സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള സമൂഹ മാധ്യമ കുറിപ്പിനെ തുടർന്ന് ഒട്ടേറെ പേർ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു എന്നും വെളിപ്പെടുത്തി. ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസമാണ് ഒപ്പുവെച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ വൈറലായ പാരഡി ഗാനം പാർലമെന്റിന് മുന്നിൽ ആലപിച്ച് UDF MPമാർ. ശബരിമല വിഷയത്തിൽ കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് UDFന്റെ പ്രതിഷേധം നടന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ SIT അന്വേഷണം പോരെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു ആന്റോ ആന്റണി MPയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാൽ, ആന്റോ ആന്റണി, ഹൈബിഡൻ തുടങ്ങിയവർ ശബരിമല വിഷയം ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിച്ചിരുന്നു. നിതിൻ നബീൻ ജനുവരിയിൽ പുതിയ BJP അധ്യക്ഷനായി ചുമതലയേറ്റു. നബീന്റെ നിയമനം അപ്രതീക്ഷിതം എന്ന് പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നു. BJP പാർലമെന്റ് ബോർഡ് യോഗം ചേർന്നാണ് നിതിൻ നബീനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ നിശ്ചയിച്ചത്. 45-കാരനായ നിതിൻ നബീനെ നിശ്ചയിച്ചത് വഴി യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മടിയില്ലെന്ന സന്ദേശം BJP പ്രകടമാക്കുകയാണ്. കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പുകൾ നബീന്റെ നേതൃത്വത്തിൽ നടക്കും. പുതിയ BJP അധ്യക്ഷൻ സ്ഥാനത്തേക്ക് ഒരു ചർച്ചയിലും ഉയർന്നു വരാത്ത ഒരു നേതാവിനെയാണ് BJP ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളിലെ മന്ത്രിയാണ് 4ാം വട്ടം MLA ആയ നിതിൻ നബീൻ. 2019-ൽ ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ശേഷമാണ് JP നദ്ദ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്.
നദ്ദ തൽക്കാലം അധ്യക്ഷനായി തുടരും. വർക്കിംഗ് പ്രസിഡന്റായ നിതിൻ നബീൻ പിന്നീട് ഈ സ്ഥാനത്തേക്ക് എത്താനാണ് വഴിയൊരുങ്ങുന്നത്. മുതിർന്ന ബി നേതാവ് നബീൻ കിഷോർ സിൻഹയുടെ മകനാണ് നിതിൻ നബീൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് മുന്നോക്ക വിഭാഗത്തിൽ നിന്നൊരാൾ എത്തണമെന്ന ധാരണയും ഇതിലൂടെ വ്യക്തമാണ്. നിതിൻ നബീന്റെ ഊർജവും സമർപ്പണവും പാർട്ടിയെ വരും കാലത്ത് ശക്തമാക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാൻ CPM. BJPയെ പ്രതിരോധിക്കാൻ ശിവൻകുട്ടിയെ തന്നെ മത്സരക്കാലത്തിൽ ഇറക്കണമെന്നാണ് വിലയിരുത്തൽ. ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ തടസ്സങ്ങളില്ല എന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. തുടർച്ചയായി 2 ടേം പൂർത്തിയാക്കിയാൽ മാത്രമേ മത്സര രംഗത്തു നിന്നും മാറേണ്ടതുള്ളൂ. നേമത്ത് ശിവൻകുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടെന്നും വി ജോയ് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. BJPക്ക് തുറക്കാൻ കഴിയാത്ത വിധം നേമത്തെ സീറ്റ് പൂട്ടിയെന്നും നേരത്തെ ശിവൻകുട്ടി പ്രതികരിച്ചു. നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ശിവൻകുട്ടിയുടെ പരാമർശം. കേരളത്തിൽ BJP ഇതുവരെ വിജയിച്ച ഏക നിയമസഭാ സീറ്റാണ് നേമം മണ്ഡലം. 2016 മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ O രാജഗോപാലാണ് നേമത്ത് നിന്ന് വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ ശിവൻകുട്ടിയോട് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇതോടെയാണ് കേരള നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിയത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. ക്രിസ്മസ് അവധിക്കു ശേഷം പരിഗണിക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു. മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. അതേസമയം ആദ്യ പരാതിയിൽ വിശദമായ വാദം കേൾക്കുമെന്നും കോടതി അറിയിച്ചു. ആദ്യ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻ കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയിലാണ് വാദം കേൾക്കുക. ഈ കേസിൽ രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി കഴിഞ്ഞയാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിൽ വിശദമായ വാദം ഇന്ന് കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യം വാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റി. രാഹുൽ ഈശ്വറിന്റെ വാദം ഇന്ന് വീണ്ടും കേൾക്കും. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യരടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1-ാം പ്രതി. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് 2-ാം പ്രതിയും ദീപ ജോസഫ് എന്ന പേരിലുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതിയുമാണ്. സന്ദീപ് വാര്യർ 4-ാം പ്രതിയും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. പാലക്കാട് സ്വദേശിയായ ബ്ലോഗറാണ് കേസിലെ 6-ാം പ്രതി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചിരുന്നു. നിലവിൽ കേസിലെ 1-ാം പ്രതിയായ രാഹുൽ ഈശ്വറാണ് റിമാൻഡിൽ. പരാതിക്കാരിയുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ കേസിന് ശേഷം കുത്തിപ്പൊക്കിയതെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ വിശദമാക്കിയത്. കണ്ണൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് പോലീസുകാരനെതിരെ പോലീസ് കേസെടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് SIയെയും സിനിമാ താരവുമായ P ശിവദാസിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ ശിവദാസൻ ഓടിച്ച കാർ കലുങ്കിലിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ്. ഇനി സ്പോർട്സ്. അന്താരാഷ്ട്ര T20യിൽ 50 വിക്കറ്റ് തികച്ച ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി. T20യിൽ അതിവേഗം 50 വിക്കറ്റുകൾ തികയ്ക്കുന്ന 2ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും 34-കാരൻ സ്വന്തമാക്കി. 30 മത്സരങ്ങളിൽ നിന്നും 50 വിക്കറ്റുകൾ തികച്ച കുൽദീപ് യാദവാണ് റെക്കോർഡ് പട്ടികയിൽ 1ാമത്. വരുൺ 32-ാം മത്സരത്തിലാണ് നേട്ടം സ്വന്തമാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3-ാം T20യിൽ ഡൊണേവിനെ പുറത്താക്കിയാണ് വരുൺ വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത്. പിന്നാലെ താരം മാർക്കോ യാൻസേനെയും പുറത്താക്കി. മത്സരത്തിൽ 4 ഓവർ പന്തെറിഞ്ഞ് വരുൺ 11 റൺസ് മാത്രം വഴങ്ങിയാണ് 2 വിക്കറ്റുകൾ നേടിയത്. ഈ പരമ്പരയിൽ 3 മത്സരങ്ങളിൽ നിന്നും 6 വിക്കറ്റുകൾ ഇതിനകം വീഴ്ത്തി. നിലവിൽ മൊത്തം 32 കളിയിൽ 51 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് കൂടിയാണ് വരുൺ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2029ഓടെ UK-യിലെ എല്ലാ പോലീസ് സേനകളിലും ബലാത്സംഗവും ലൈംഗിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനുള്ള പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ടീമുകൾ ആരംഭിക്കും. നടപടി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട്. ഇംഗ്ലണ്ടും വെയിൽസും ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവുകൾ ഇനി നടപ്പാക്കും. ഇംഗ്ലണ്ടിൽ NHS മാതൃത്വ സേവനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നു.
പ്രസവങ്ങളുടെ എണ്ണം കുറയുമ്പോഴും രക്തസ്രാവ കേസുകൾ ഉയരുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. രക്തസ്രാവ കേസുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി ഇപ്പോഴെന്ന് സൂചന. 2020 1000 പ്രസവങ്ങൾക്ക് 27 കേസുകളായിരുന്നു എങ്കിൽ 2025 അത് 32 ഉയർന്നു. ഇംഗ്ലണ്ടിൽ അടിയന്തര NHS ദന്തപരിചരണത്തിന്റെ അഭാവം മൂലം ആളുകൾ സ്വയം ചികിത്സ നടത്തുന്നതായി വാച്ച് ഡോഗിന്റെ കണ്ടെത്തൽ. അടിയന്തര ദന്തപരിചരണം ആവശ്യമുള്ള ആളുകൾ NHS സഹായം ലഭ്യമാക്കണമെന്ന മാർഗനിർദ്ദേശം വിഫലമായി. ദന്ത പ്രതിസന്ധി അനുഭവിക്കുന്ന രോഗികൾക്ക് NHS 111 വിളിച്ച് സഹായം തേടാം. ഹോളിവുഡ് സംവിധായകൻ റോബ് റൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ലോസ് ആഞ്ചലസിലെ ബ്രെഡ്വുഡ് പ്രദേശത്തെ വീട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 78 വയസ്സുള്ള ഒരു പുരുഷനും 68 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്നും ലോസ് ആഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് LAPD മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. US റോഡ് ഐലൻഡിലുള്ള ബ്രൗൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. കൊലയാളി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരീക്ഷ നടക്കുന്നതിനിടയിൽ ക്ലാസ് റൂമിൽ കയറിയാണ് വെടിയുതിർത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ UDF പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വൈറലായ പാരഡി ഗാനം പാർലമെന്റിന് മുന്നിൽ ആലപിച്ച UDF MPമാർ. ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ SIT അന്വേഷണം മതിയാകില്ലെന്നും UDF. നിതിൻ നബീൻ പുതിയ BJP അധ്യക്ഷനായി ചുമതലയേൽക്കും. നബീന്റെ നിയമനം അപ്രതീക്ഷിതമെന്ന് പാർട്ടി നേതാക്കൾ. നിതിൻ നബീനെ അധ്യക്ഷനായി നിയമിക്കാൻ നിശ്ചയിച്ചത് BJP പാർലമെന്ററി ബോർഡ് യോഗം. കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പുകൾ നബീന്റെ നേതൃത്വത്തിൽ നടക്കും. നിതിൻ നബീന്റെ നിയമനം യുവാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മടിയില്ലെന്ന BJPയുടെ സന്ദേശമെന്ന് നേതാക്കൾ. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.